ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 143. ലുത്തിനിയായെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം 56. തിരുവചന ജപമാല അല്ലെങ്കിൽ തെയോത്തോക്കസിന്റെ വചനക്കൊന്ത എന്ന നമ്മുടെ ആ ധ്യാനത്തിൽ അതിൽ വാഴ്ത്തുമൊഴിയിൽ മറിയത്തൻ്റെ ലുത്തിനിയ എന്ന് പറഞ്ഞ വാഴ്ത്തുമൊഴിയിൽ 53-ാമത്തെ വാഴ്ത്തുമൊഴി, കുടുംബങ്ങളുടെ രാജ്ഞി, ക്വീൻ ഓഫ് ഫാമിലീസ്, റെജീന ഫമീലിയെ. 1995 ഡിസംബർ 31-ാം തീയതിയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇത് ലുത്തിനിയായിൽ കൂട്ടിച്ചേർത്തത്. കുടുംബങ്ങൾക്കെതിരെയാണ് ഈ സോഷ്യൽ മീഡിയയിലും പിന്നെ പ്രിന്റ് മീഡിയ ആണെങ്കിലും സമൂഹ മാധ്യമങ്ങളൊക്കെ കുടുംബത്തിനെതിരെയാണ് ഏറ്റവും വലിയ കോടാലി എറിയുന്നത്. കുടുംബ ഭദ്രതയെ തകർക്കുക എന്നുള്ളതാണ്, കുടുംബത്തെ തകർക്കുക എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ട്രെൻഡ്. ഇപ്പം നമ്മൾ സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന കുറേ പേര് വന്നിട്ട് കല്യാണമല്ല പ്രധാനപ്പെട്ടത്, കുടുംബമല്ല പ്രധാനപ്പെട്ടത്, കരിയറാണ് പ്രധാനപ്പെട്ടത്, വിദ്യാഭ്യാസം പോലും അല്ല, ജോലിയാണ്, പണമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. പക്ഷേ നമുക്കറിയാം, ആർക്കെങ്കിലും വേണ്ടിയല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഈ ഭൂമിയിൽ. അപ്പോൾ അന്ന് ഭാര്യയും ഭർത്താവും മാത്രമായിട്ടോ അല്ലെങ്കിൽ കോ ഹാബിറ്റേഷൻ, ഈ ലിവിങ് ടുഗദർ അങ്ങനെ ജീവിച്ചാലോ? അതിനൊന്നും തന്നെ അതെല്ലാം തന്നെ ഒന്നാമത്തെ കുടുംബ ഭദ്രതയെ തകർക്കുന്നു. 2, അതിനൊന്നും തന്നെ ശാശ്വതമായ സമാധാനമോ സന്തോഷമോ നൽകാൻ കഴിയില്ല. കാരണം അവിടെ ഫലമില്ല. സ്നേഹത്തിന് ഫലം വേണം. സ്നേഹത്തിന് ഫലം വേണം. ഫലം എന്ന് പറയുന്നത് മക്കളാണ്. സ്നേഹം ഫലം ചൂടണ്ടേ, ജീവൻ വെക്കണ്ടേ സ്നേഹത്തിന്? അതില്ലാത്തതൊക്കെ പ്ലഷറാണ്, വെറും സുഖമാണ്. അപ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കാനായിട്ട്, സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് നല്ല ജോലി മാത്രം മതി, മക്കളും വേണ്ട, വിവാഹം വേണ്ട, കുടുംബം വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വലിയ ട്രെൻഡ് നടക്കുകയാണ്. ഇങ്ങനെ കുടുംബത്തിനെതിരെയുള്ള ആക്രമണം ശക്തമായപ്പോഴാണ് ഈ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുടുംബങ്ങളുടെ രാജ്ഞി എന്നുള്ള ആ ലുത്തിനിയായിൽ വാഴ്ത്തുമൊഴി ചേർത്തിട്ട് കുടുംബങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മറിയത്തോട് പ്രാർത്ഥിക്കുന്നത്. 95 ചേർത്തു. ഇപ്പം നമുക്ക് എത്രയോ നല്ല കുടുംബങ്ങൾ അതിനുശേഷം ഉണ്ടായി, വലിയ കുടുംബങ്ങൾ, നല്ല കുടുംബങ്ങൾ. അപ്പോൾ ഈ പ്രാർത്ഥന തീർത്തും ഫലമില്ലാതെ പോയിട്ടില്ല. ഇനി ഞാൻ ബിബ്ലിക്കൽ, നമ്മളിപ്പോൾ ഈ ധ്യാനത്തിൽ നമ്മൾ ബിബ്ലിക്കൽ കാര്യങ്ങളാണ് നോക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം തന്നെ ഒരു കുടുംബമാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അത് തന്നെ മറ്റ് ചില മതങ്ങൾക്കെല്ലാം പ്രശ്നമാണ്. എങ്ങനെയാണ് ഏകസത്യ ദൈവത്തിന് 3 ആളായിരിക്കാൻ കഴിയുക, കുടുംബമായിരിക്കാൻ കഴിയാന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് മാനസികമായ കാര്യങ്ങളെ അറിയുള്ളൂ, ദൈവികമായ കാര്യങ്ങൾ അറിയില്ല. മനുഷ്യർ 3 ആളുകളെ പോലെയാണ്, ദൈവം 3 ആളുകൾ എന്നൊക്കെയാണ് അവർ വിചാരിക്കണേ. ഇതേക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് തൃത്വത്തെക്കുറിച്ചുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെയുള്ള ചില സമുദായങ്ങൾക്കെല്ലാം ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവനോട് ചോദിച്ച ചോദ്യവും ഞാൻ അവർക്ക് കൊടുത്ത മറുപടിയും എല്ലാം വെച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് തൃത്വത്തെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോസിൽ. അപ്പം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം തന്നെ ഒരു കുടുംബമാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആ 3 ആളുകൾ തമ്മിലുള്ള ബന്ധത്തെയാണ് ആളുകൾ എന്ന് പറയണേ. ഇല്ലേ, സത്തയുടെ കണ്ണിലൂടെ നോക്കിയാൽ ദൈവം ഒന്നാണ്, പക്ഷെ ബന്ധത്തിലൂടെ കണ്ണിലൂടെ നോക്കിയാൽ ദൈവം 3 ആളുകളാണ്. അപ്പോൾ 2 തരത്തിൽ ദൈവത്തെ കാണാൻ ശ്രമിക്കുകയാണ്. ഒരേ ദൈവത്തെ തന്നെ 2 ആംഗിൾ കാണുകയാണ്. സത്തയുടെ കണ്ണിലൂടെ നോക്കിയാൽ ദൈവം 1, പക്ഷെ ബന്ധത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ ദൈവം 3 ആളുകൾ. ആ ബന്ധത്തെയാണ് 3 ആളുകൾ എന്ന് പറയണേ. കുടുംബ ബന്ധം പോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ. റൂഹ എന്ന വാക്ക് ഹീബ്രുവിൽ സ്ത്രീലിംഗമാണ്. അപ്പോൾ സ്ത്രീത്വവും പൗരുഷവും എല്ലാം, പക്ഷെ ഇതൊന്നും സെക്സായിട്ട് കണക്കാക്കരുത്. ദൈവം ആത്മാവാണ്, ശരീരമല്ല. അപ്പോൾ ഇതെല്ലാം, പക്ഷെ പിതൃത്വം ദൈവത്തിലാണ്, മാതൃത്വം ദൈവത്തിലാണ്, പുത്രത്വം ദൈവത്തിലാണ്, കുടുംബത്വം ദൈവത്തിലാണ്. നമ്മുടെ ദൈവം തന്നെ ഒരു കുടുംബമാണ്. കുടുംബമായിട്ടാണ് അവൻ മനുഷ്യരെ സൃഷ്ടിച്ചത്. നമ്മളെ മാത്രമല്ല, ജീവജാലങ്ങളെ മുഴുവൻ ആണും പെണ്ണുമായിട്ടല്ലേ, അതാണ് കുടുംബം ഉണ്ടാക്കുന്നത്. ആദാമും ഹവ്വയും സ്ത്രീയും പുരുഷമായി അവരെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26 മുതൽ 28 വാക്യങ്ങൾ. സ്ത്രീയും പുരുഷമായി മനുഷ്യനെ സൃഷ്ടിച്ചു, കുടുംബമായിട്ടാണ് സൃഷ്ടിച്ചത്. വർദ്ധിച്ച് പെരുകുക, നിങ്ങൾ സ്നേഹത്തിൽ ധാരാളം മക്കളുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ദൈവം ആശീർവദിച്ചു. കുടുംബത്തെയാണ് ആശീർവദിച്ചത്. ഇനി ദൈവം മനുഷ്യനായപ്പോഴോ? ഇനി അതിനു മുമ്പ് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ, ദൈവം വെളിപ്പെടുത്തിയപ്പോൾ, മോശയ്ക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തിയപ്പോൾ കുടുംബങ്ങളുടെ ദൈവമായിട്ട് പറഞ്ഞത്. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. അബ്രഹാമിൻ്റെ കുടുംബത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ കുടുംബത്തിൻ്റെ ദൈവം, യാക്കോബിൻ്റെ കുടുംബത്തിൻ്റെ ദൈവം. ആ ദൈവമാണ് യാഹ്വേ. എന്ന് വെച്ചാൽ ഞാനായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ്, ഞാനായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് എന്ന് കർത്താവ് വെളിപ്പെടുത്തിയത്. ദൈവം മോശയ്ക്ക് പേര് വെളിപ്പെടുത്തിയപ്പോൾ ഞാനായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് യാഹ്വേ എന്ന വാക്കിന് അർത്ഥം. ഇല്ലേ, എഹിയേ അഷറഹിയേ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് ഏറ്റവും നല്ല തർജ്ജമ.
ഞാൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു പുസ്തകമുണ്ട് ഇംഗ്ലീഷിൽ 19 തർജ്ജമകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിലേറ്റവും നല്ല തർജ്ജമയായിട്ട് ഇതാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ബെനഡിക്ട് മാർപ്പാപ്പ അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ എടുത്ത് എഴുതിയിരിക്കുന്നതാണ്. തീർന്നില്ല. യോസഫും മറിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച യോസഫിനോട് ആ തീരുമാനം റദ്ദാക്കാനും അവളെ ഭാര്യയായി സ്വീകരിക്കാനും അവളുടെ ശിശുവിന് യേശു അല്ലെങ്കിൽ ഈശോ എന്ന് പേരിടാനും ദൈവം ആവശ്യപ്പെട്ടു. മത്തായി 1:18-22. ദൈവപുത്രന് അമ്മ മാത്രമല്ല, അപ്പൻ, വളർത്തപ്പനും വേണമായിരുന്നു. അമ്മ മാത്രം പോരെ, വളർത്തപ്പൻ വേണം. ചുരുക്കത്തിൽ ദൈവം മനുഷ്യനായത് ഒരു കുടുംബത്തിലാണ്, ഒരു സ്ത്രീയിൽ നിന്നാണ് ജനിച്ചത്. ഈ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും പറയുന്ന പോലെ മറിയം മുകളിൽ നിന്ന് വെച്ച ഒരു കുഴലൊന്നുമല്ല, ഒരു സ്ത്രീയാണ്. അവൾ ഗർഭം ധരിച്ച് 10 മാസം ചുമന്ന് പ്രസവിച്ച് മുലയൂട്ടിയാണ് ഈ ദൈവപുത്രനെ ദൈവം തന്നെ പുത്രനെ വളർത്തുന്നത്. അപ്പോൾ അവൾ മൊട്ടത്തോടാണ്, അവൾക്ക് പ്രസവിക്കുക എന്നുള്ള ചുമതല മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അവൾക്ക് യാതൊരു പ്രാധാന്യമില്ല എന്നൊക്കെ ഈ പെന്തക്കോസ്തക്കാരും യാക്കോബ സാക്ഷ്യത്തിൽ പഠിപ്പിക്കുന്ന ഒക്കെ തിരുവചനത്തിനെതിരാ. അങ്ങനെ മൊട്ടത്തോടാണെങ്കിൽ ഒറ്റ പ്രാവശ്യം പരാമർശിച്ചാൽ മതിയായിരുന്നു മറിയത്തെ. അവൻ്റെ അമ്മ എന്നോ പിന്നെ മാലാഖയെ അയച്ച അവൻ്റെ അടുത്ത് ഒരു സമ്മതത്തിന് പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ. മറിയ ഒരു സാധാരണ സ്ത്രീയാന്നൊക്കെ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും പറയുന്നത് തിരുവചനത്തിന് എത്ര വലിയ എതിരാണത്. ദൈവപുത്രൻ ജനിച്ചതും വളർന്നതും ഇല്ലേ ഒരു കുടുംബത്തിലാണ്. ലൂക്കാസിന് സുവിശേഷം 1-ാമത്തെ അധ്യായം 26-38 വരെയും 2-ാമത്തെ അധ്യായം 1-7 വരെയും 52 ഒക്കെ നമുക്ക് വായിച്ചു നോക്കാം. ഇനി ദൈവം തന്നെയായ ഈ പുത്രനെ ഹേറോദസ് കൊല്ലാൻ ആഗ്രഹിച്ചപ്പോൾ ആ രാജാവിൽ നിന്ന് അവളെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ ജോസഫ് വേണമായിരുന്നു. ഈ യേശുവിനെ രക്ഷിക്കാൻ ദൈവമാണ് അവൻ രക്ഷിക്കാൻ ജോസഫും മറിയും വേണമായിരുന്നു. മത്തായി 2:13-23. ഇന്നും അങ്ങനെ തന്നെയല്ലേ? ഇന്ന് ഈ യോസഫിന്റെയും മറിയത്തിന്റെയും കൈകളിലേക്ക് തന്നെ ഭരമേൽപ്പിച്ചതുപോലെ വൈദികരുടെയും നമ്മുടെയും കൈകളിലേക്ക് നമ്മുടെ ദൈവമായ കർത്താവ് തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നതാണ് വിശുദ്ധ കുർബാന. ഈ മറിയം ഗർഭം ധരിച്ചു പ്രസവിച്ചത് ദൈവം തന്നെയായ പുത്രനെയാണ്. ഇപ്പോൾ വൈദികര് പരിശുദ്ധാത്മന ആഗമനത്തോടെ ഈ കുർബാനയില് ഈ ക്രിസ്തുവിനെയാണ് വരുത്തി കൊടുക്കുന്നത്. പരിശുദ്ധാത്മന ആഗമനത്തോടെ മറിയമാണ് ഗർഭം ധരിച്ചതും പ്രസവിച്ചതും. പക്ഷെ അവളുടെ ഗർഭത്തിലുള്ളത് ദൈവമാണ്. പ്രസവിച്ചത് അവളാണ്, പക്ഷെ അത് ദൈവമാണ്. ഇപ്പോ അച്ഛന്മാര് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മന ആഗമനത്തിൽ കൊണ്ടുവരുന്നത് ദൈവത്തെ തന്നെയാണ്. ജോസഫിന്റെയും മറിയത്തിന്റെയും അതേ സ്ഥാനത്താണ് ഇപ്പോൾ വൈദികര്. ഷിമിയോൻ അവനെ കൈകളെടുത്തു, ആ കുഞ്ഞ് ദൈവമാണ്. ഇപ്പൊ നമ്മൾ കർത്താവിനെ കൈകളെടുക്കുന്നു, ആ ഓസ്തി ദൈവമാണ്. ഇങ്ങനെ മനുഷ്യന്റെ കൈകളിലേക്ക് സ്വയം കയ്യാളിച്ച ഒരു ദൈവമാണ് നമുക്കുള്ളത്. തീർന്നില്ല. ഇവനാ തച്ചന്റെ മകനല്ലേ എന്നാണ് ചിലർ ചോദിച്ചത് കർത്താവിനെ കുറിച്ച്. മത്തായി 13:54. ഇവന്റെ അമ്മ മറിയമല്ലേ, ഇവന്റെ സഹോദരൻ നമ്മുടെ കൂടെയില്ലേ? മത്തായി 13:55-56. ഇവൻ ആ തച്ചനല്ലേ എന്നാണ് മർക്കോസില്. അതായത് അപ്പനും തച്ചനാണ്, മോനും തച്ചനാണ്. യേശുവിന് ആദ്യത്തെ അത്ഭുതം നടന്ന എവിടെയാണ്? കാനായിലെ കല്യാണത്തില്. ഒരു കുടുംബത്തിന് രൂപം കൊടുക്കുന്ന വിവാഹം എന്ന കൂതാശിര സന്ദർഭത്തില് യോഹന്നാൻ 2:1-11 ഷിമിയോൻ പത്രോസിന്റെ അമ്മായിമ്മയ്ക്കാണ് ആദ്യം യേശുവിന് രോഗശാന്തി ലഭിച്ചത്. അമ്മായിമ്മ കുടുംബത്തിലാണ് ഈ അമ്മായിമ്മ ഉണ്ടാവുക. മർക്കോസ് 1:29-30. തീർന്നില്ല. കർത്താവ് മരിച്ച് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഒരു കുടുംബത്തെ സ്ഥാപിച്ചിട്ടാണ് പോയത്. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് സഭയെ സ്ഥാപിച്ചിട്ട്, ഒരു യുഗാന്ത കുടുംബത്തെ സ്ഥാപിച്ചിട്ട്, സഭയാണ് ഈ യുഗാന്ത കുടുംബം. അന്ത്യകാലത്തെ കുടുംബമാണ് യേശുവിന്റെ കുടുംബമാണ് സഭ. അന്ത്യകാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആ കുടുംബത്തെ സ്ഥാപിച്ചിട്ടാണ് അവൻ പോയത്. തീർന്നില്ല. യഹൂദരുടെ രാജാവായിട്ട് മരിച്ചവൻ യോഹന്നാൻ 19:19. രാജാധിരാജനാണ് വെളിപാട് 19:16. അങ്ങനെയാണ് യേശു. ആ യേശുവിൻ്റെ അമ്മയാണ്. അപ്പോൾ യേശു യഹൂദരുടെ രാജാവാണ്, രാജാക്കന്മാരുടെ രാജാവാണ്. യേശു രാജാവാണെങ്കിൽ യേശുവിൻ്റെ അമ്മ രാജ്ഞിയല്ലേ? അവൻ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ കുടുംബങ്ങളുടെ രാജ്ഞിയല്ലേ മറിയം? അതെ, അതാണ് ഈ കുടുംബങ്ങളുടെ രാജ്ഞി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുടുംബങ്ങൾ വേണമെന്നും കുടുംബങ്ങളെ സംരക്ഷിക്കണമെന്നും കുടുംബ ഭദ്രതയ്ക്ക് തകർച്ചയുണ്ടാക്കുന്ന ഒരു കാര്യത്തിലും ക്രിസ്ത്യാനികൾ ഏർപ്പെടരുതെന്നും കുടുംബങ്ങളുടെ രാജ്ഞി എന്ന ആ വാഴ്ത്തുമൊഴിയിലൂടെ സഭ നമ്മളോട് ഓരോരുത്തരും പ്രഖ്യാപിക്കുകയാണ്. നാം ഓരോരുത്തരും മറ്റുള്ളവരോടും പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ക്രിസ്തീയ കുടുംബങ്ങളാണ് സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആദ്യത്തെ കളരി. സ്നേഹത്തിൻ്റെ കളരിയാണ് കുടുംബം, വിശ്വാസത്തിൻ്റെ കളരിയാണ് കുടുംബം.
സ്നേഹത്തിന്റെ സെമിനാരി, ആദ്യത്തെ സെമിനാരിയാണ് കുടുംബം. വിശ്വാസത്തിന്റെ, സത്യവേശന്റെ ആദ്യത്തെ കളരിയാണ്, സെമിനാരിയാണ് കുടുംബം. ഈ കുടുംബത്തിൽ നിന്ന്, നല്ല കുടുംബത്തിൽ നിന്ന് നല്ല അച്ഛന്മാരുണ്ടാകൂ, നല്ല കുടുംബത്തിൽ നിന്ന് നല്ല മെത്രാന്മാരുണ്ടാകൂ. നല്ല മാതാപിതാക്കൾ ഇല്ലെങ്കിൽ നല്ല അച്ഛന്മാരുണ്ടാകില്ല, മെത്രാന്മാരുണ്ടാകില്ല. അതിനാൽ കുടുംബമാണ് സഭയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം, സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും കളരി. അതിനാൽ നല്ല കുടുംബങ്ങളുണ്ടാകാനും ധാരാളം മക്കളുണ്ടാകാനും ആ മക്കളിൽ നിന്ന് നല്ല മെത്രാന്മാരും വൈദികരും സന്യാസിനികളും പിന്നെ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും മറ്റൊക്കെ ഉണ്ടാകാനും ഈ മനുഷ്യര് അൽമായര് മനസ്സ് വയ്ക്കണം. അതിനാൽ അൽമായർക്ക് വേണ്ടിയാണ് ഈ കുടുംബങ്ങളുടെ രാജ്ഞി എന്ന് ചേർത്തിരിക്കുന്നത്. അൽമായരെ അങ്ങേയറ്റം ഉയർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ദൈവം നിങ്ങളെ വിശ്വസിക്കുന്നു, നിങ്ങളിത് ചെയ്യുമെന്ന് ദൈവം വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വിശ്വാസത്തെ നിങ്ങൾ ഡിസപ്പോയിന്റ് ചെയ്യരുത്. ദൈവത്തെ നിങ്ങൾ ഡിസപ്പോയിന്റ് ചെയ്യരുത്. നല്ല കുടുംബങ്ങളിൽ നിന്നേ നല്ല വൈദികരുണ്ടാകൂ, നല്ല കന്യാസ്ത്രീമാരുണ്ടാകൂ, നല്ല മെത്രാന്മാരുണ്ടാകൂ. അതിനാൽ അച്ഛന്മാരുടെയും മെത്രാന്മാരുടെയും കന്യാസ്ത്രീമാരുടെയും ഒക്കെ നല്ല വിത്ത് എന്ന് പറയുന്നത് നല്ല കുടുംബമാണ്. കുടുംബങ്ങളുടെ രാജ്ഞിയായ മറിയം നമുക്ക് കൂടി ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.